ഊട്ടി മൈസൂർ റോഡിലൂടെ വെറുതെ തേരപ്പാറ നടന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ആസിഫ്. അതിൻ്റെ ടാഗ് ലൈനാണ് എന്നെ ഞെട്ടിച്ചത്, ദ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. അങ്ങനെ ഒരു ടാഗ് ലൈനൊക്കെ ഇടണമെങ്കിൽ ശരിക്കും വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി ആകണ്ടേ? അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ചിക്കൻ ബിരിയാണിക്ക് വില 300 രൂപയാണ്. ഇവർക്ക് പല ടൈപ്പ് ബിരിയാണി ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 3 ബിരിയാണിയെല്ലാം ഏകദേശം ഫിനിഷായി. ബിരിയാണി കോംബോ വേണമെങ്കിൽ തരാമെന്ന് വെയിറ്റർ എന്നോട് പറഞ്ഞു. വില 399 രൂപയാണ്. എന്തായാലും ബിരിയാണി ടേസ്റ്റ് ചെയ്യാനാണ് വന്നത്, അതുകൊണ്ട് കോംബോ എങ്കിൽ കോംബോ. ഫിഷ് ഫിംഗർ, ക്രാബ് ലോലിപോപ്പ്, ഫ്രഞ്ച് ഫ്രൈസ്, അതൊരു 4 അല്ലെങ്കിൽ 5 പീസ് അത്രയേ ഉള്ളൂ. ചിക്കൻ മഞ്ചൂരിയൻ, ബ്രെഡ് ഹൽവ, നാൻ, ചിക്കൻ 65, പിന്നെ സെൽഫ് പ്രൊക്ലൈംഡ് വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. അതിൻ്റെ കൂടെ എഗ്ഗും ഉണ്ട്. ഈ പറഞ്ഞതെല്ലാമാണ് ബിരിയാണി കോംബോയിലുള്ളത്. ബിരിയാണി ഏകദേശം ഒരു ഹാഫ് ബിരിയാണിയുടെ അളവുണ്ടാകും. ആദ്യം റൈസ് മാത്രം കഴിച്ചു നോക്കാം. There is something special about this ബിരിയാണി. ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണി എക്സ്പെക്റ്റ് ചെയ്താണ് ചെയ്തതെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ പ്രൊഫൈൽ ഡിഫറെൻ്റ് ആണ്. ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണി പോലെ അത്രയ്ക്ക് സ്പൈസി അല്ല, ഒരു മീഡിയം സ്പൈസി ആണെന്ന് പറയാം. പിന്നെ റൈസിൽ മസാല ഫ്ലേവേഴ്സ് എല്ലാം ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. സ്പൈസി നോട്ട്സിൻ്റെ കൂടെ സേവറി ഫ്ലേവേഴ്സും കിട്ടുന്നുണ്ട്. എന്താ പറയുക, സംഭവം നല്ല സ്മൂത്താണ്, ടെംപ്റ്റിംഗ് ആണ്. സ്പൈസസിൻ്റെ ഹീറ്റ് അറിയിക്കാതെ ടേസ്റ്റ് ബഡ്സിന് ഈ ഒരു ബിരിയാണി ട്രീറ്റ് കൊടുക്കുന്നു. കാരമലൈസ്ഡ് ഓണിയൻ ഫ്ലേവർ എന്തായാലും കിട്ടുന്നുണ്ട്, അത് സ്പൈസസിൻ്റെ ഹീറ്റ് കാമാക്കുന്നുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ്, ജ്യൂസി ആൻഡ് ടെൻഡറാണ്. ബിരിയാണി സ്പൈസി ആണെങ്കിലും ആ ഹീറ്റ് അത്രയ്ക്ക് ടേസ്റ്റ് ബഡ്സിന് ഫീൽ ആക്കാത്ത പോലെ എന്തോ ഒരു മാജിക് ഇവർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ബിരിയാണി സൂപ്പറാണ്. ഞാൻ ഊട്ടിയിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ ഇത് തന്നെയാണ് നമ്പർ 1. ബിരിയാണി സ്മൂത്താണ്, ഡെലീഷ്യസ് ആണ്, കാമാണ്, അതുപോലെ തന്നെ സ്പൈസിയുമാണ്. സ്പൈസി ആൻഡ് കാം, ആ ഒരു കോൺട്രാസ്റ്റിംഗ് ഫീച്ചറാണ് ഈ ബിരിയാണിയുടെ USP. ഇത് വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണിയാണെന്ന് ഞാൻ പറയില്ല. ബെസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ വെറൈറ്റി ബിരിയാണികളും കഴിക്കണ്ടേ? അത് ഈ ജന്മം എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഊട്ടിയിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ ഇവനെ തോൽപ്പിക്കാൻ ആരുമില്ല. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ടേസ്റ്റ് ചെയ്യട്ടെ. ക്രാബ് ലോലിപോപ്പ് ടേസ്റ്റിയാണ്. സാധാരണ ക്രാബ് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഈ ക്രാബ് ലോലിപോപ്പ് നല്ല ടേസ്റ്റിയായാണ് എനിക്ക് തോന്നിയത്. മിക്ക ക്രാബ് ഡിഷസിൻ്റെ സ്മെൽ എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലില്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ടേസ്റ്റിയായി തോന്നി. ഫിഷ് ഫിംഗർ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏത് മീനാണെന്നറിയില്ല, മീനിൻ്റെ ആ ഒരു റോ ഫിഷ് ഫ്ലേവറാണ് ഇതിനെ ലെസ് ടെംപ്റ്റിംഗ് ആക്കുന്നത്. നാൻ പ്ലസ് ചിക്കൻ മഞ്ചൂരിയൻ കോമ്പിനേഷനും പാസിബിളാണ്. ചിക്കൻ മഞ്ചൂരിയന് വല്ലാത്ത ടൊമാറ്റോ സോസിൻ്റെ കുത്തലുള്ളതായി എനിക്ക് തോന്നി. ബ്രെഡ് ഹൽവ സൂപ്പറാണ്, ടേസ്റ്റിയാണ്. ബ്രെഡ് ഹൽവ കഴിച്ചു തീർന്നപ്പോൾ ഇത് കുറച്ചുകൂടി ഉണ്ടായിരുന്നേലെന്ന് എനിക്ക് തോന്നി, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ചിക്കൻ 65 ഇച്ചിരി ഓവർ ഫ്രൈഡ് ആണ്, അതുകൊണ്ട് ചിക്കൻ അത്യാവശ്യം ഹാർഡായും എനിക്ക് തോന്നി. ഇപ്പോൾ കഴിച്ച ബിരിയാണി കോംബോയിൽ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു, ബ്രെഡ് ഹൽവ ഇഷ്ടപ്പെട്ടു, ക്രാബ് ലോലിപോപ്പും ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം പാസിബിളാണ്. ഇങ്ങനെയൊരു കോംബോ വാങ്ങുന്നതിനേക്കാൾ ഫുൾ ചിക്കൻ ബിരിയാണി വാങ്ങി അത് ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിക്കൻ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ്. ആസിഫ് ബിരിയാണിയുടെ ലൊക്കേഷൻ ഊട്ടി മൈസൂർ റോഡിലാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ക്ലബ് റോഡ് ഹിൽബങ്ക്, അതാണ് ഈ റോഡിൻ്റെ പേര്. ഊട്ടി ചേരങ്ക്രോസിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിനടുത്ത് കാണും ദൂരം. അപ്പോൾ ഊട്ടി വിസിറ്റ് ചെയ്യുന്നവർ ധൈര്യമായി ഇവിടുന്ന് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. This may not be the world's best biryani, but this biryani quietly delivers happiness in every bite. My taste buds will remember the flavor of this biryani for a very, very long time.